പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ആദ്യമേ കഴിഞ്ഞ 8 മാസക്കാലം നമ്മളെ അത്ഭുതമായി നടത്തിയ കർത്താവിന് ആ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ജാനുവരിയിൽ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം, ഫെബ്രുവരിയിൽ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം, മാർച്ചിൽ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഏപ്രിലിൽ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം, മെയ്യിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ജൂണിൽ ഞങ്ങളെ അതിശയകരമായി നടത്തിയതിന് സ്തോത്രം, ജൂലൈയിൽ ഞങ്ങളെ കർത്താവ് അത്ഭുതകരമായി കരുതിയതിന് സ്തോത്രം, ഓഗസ്റ്റിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ ആമേൻ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഈ 9-ാം മാസത്തിൻ്റെ ആരംഭ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിന് കർത്താവിന് നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോട് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ 9-ാം മാസം അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, അങ്ങയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനിൽ ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം, ദൈവശക്തിയാ ഞങ്ങളെ കാക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ 8 മാസക്കാലം ഞങ്ങളെ നടത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് ആമേൻ ഈ 1-ാം തീയതി പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു കർത്താവേ, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മാറ്റമില്ലാത്തവനാ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാ. ഞങ്ങൾ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 8 മാസക്കാലം ഓരോരുത്തരെയും പരിപാലിച്ച അങ്ങയുടെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കുമായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണം. ഈ പുതിയ മാസം പ്രവേശിക്കുമ്പോൾ എല്ലാ ആകുലതകളും മാറി ആമേൻ സമാധാനത്തോടെ പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കണം. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രീനാൽ ഭാരപ്പെടുന്നവർ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ മൈഗ്രീൻ സ്പിരിറ്റ് യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. അതുപോലെ ആമേൻ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലത്താൽ ആമേൻ മറ്റു പ്രയാസത്താലൊക്കെ ആമേൻ തലകറക്കമുള്ളവർ, അതുപോലെ മറ്റു പ്രയാസങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നിക്കകത്തുള്ള കല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മെൽറ്റായി പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരം പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയെ ഞങ്ങൾ ബന്ധിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ സ്വസ്ഥരാകട്ടെ, ഈ കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കട്ടെ, ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ആ അഡിക്ഷനുകൾ വിട്ടുമാറുന്നതിനായിട്ട് സ്തോത്രം. ഈ കർത്ത ദിവസത്തിൽ ലോകത്തെമ്പാടും നടക്കുന്ന ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം. വചന പ്രഘോഷണങ്ങളെ അനുഗ്രഹിക്കണം. സഭായോഗങ്ങളെ അനുഗ്രഹിക്കണം. എല്ലായിടത്തും വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ദൈവമക്കൾക്ക് ചുറ്റും അങ്ങനെ അഗ്നിമതിലുണ്ടാകട്ടെ. സ്വർഗീയ സൈന്യം ഇറങ്ങി നിൽക്കട്ടെ. രക്തം മറവായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പ്രൊട്ടക്ഷനിൽ സൂക്ഷിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, കൊയ്ത്തിൻ്റെ യജമാനനെ ഞങ്ങൾ കൊയ്ത്തിനു വേണ്ടി കൊയ്ത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. അനേക കൊയ്യുന്നവരെ അയക്കണമേ. അഭിഷേകത്തോടെ ആത്മാവിൻ്റെ ശക്തിയോടെ ശുശ്രൂഷിക്കുന്ന അനേക അഭിഷക്തന്മാർ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. ദൈവകൃപ വ്യാപരിക്കണം, ദൈവശക്തി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ നിങ്ങളെ കർത്താവ് സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്കൊരു പ്രത്യേക സ്തോത്ര പ്രാർത്ഥനയുണ്ട്. കാരണം ഇത് 9-ാമത്തെ മാസത്തിലേക്ക് നമ്മളെ കർത്താവ്
പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ദൈവം നടത്തിയത് ഓർത്തൊന്ന് സ്തോത്രം പറയാനായിട്ട് നമ്മൾ കൂടി വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നിച്ച് കൂടിയിരുന്ന് കർത്താവിന് സ്തോത്രം പറയുവാൻ, കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് ഘോഷിപ്പാൻ, കർത്താവ് ഒരു പുതിയ ഈ ദിവസം നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. ഇന്ത്യൻ സമയം 9:30 ആമേൻ സ്തോത്ര പ്രാർത്ഥന. അതുകൊണ്ട് കർത്താവ് അനുവദിച്ചാൽ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആമേൻ. 107-ാം സങ്കീർത്തനം 31-ാമത്തെ വാക്യം ഇന്ന് നമുക്ക് പ്രഭാതി വായിക്കാം. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. എന്നൊരു വലിയ സന്ദേശമായിട്ടൊന്നും പറയാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു സ്തോത്രത്തിൻ്റെ ദിവസമായിരിക്കും. എല്ലാ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നമ്മൾ ഓർപ്പിക്കാറുണ്ട്. ഇന്ന് പകൽ കൂടുതൽ സമയം കർത്താവിനെ സ്തുതിച്ച് കർത്താവിനെ ആരാധിച്ച് മുന്നേറുന്നൊരു സമയമായിരിക്കും. പ്രധാനമായിട്ട് കർത്താവ് നടത്തിയതൊന്ന് ഓർത്ത് സ്തോത്രം പറയണം. നിങ്ങളുടെ ഒരു ഡയറിയൊക്കെ ഉണ്ടാകണം. കർത്താവ് ചെയ്തതൊക്കെ ഒന്ന് ഓർത്ത് വായിച്ച് പറയാൻ തക്കണം. ജനുവരിയിൽ മുതൽ ആമേൻ ഇന്ന് ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി വരുമ്പോൾ ഓഗസ്റ്റ് 31 വരെ കർത്താവ് അത്ഭുതകരമായി നടത്തിയത് ഓർക്കാൻ, അത് ഓർത്തിട്ട് സ്തോത്രം പറയാൻ നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാകണം. കർത്താവെ, അങ്ങെനിക്ക് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം, അങ്ങനെ നടത്തിയതിനായിട്ട് സ്തോത്രം, കുടുംബത്തെ നടത്തിയതിന് ഓരോന്നും പറയണം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചതിനെ, അവർ സ്കൂളിൽ പോയി വന്നപ്പോൾ കർത്താവ് കരുതിയതിനെ, അമേൻ ഭർത്താവിനെ സൂക്ഷിച്ചതിനെ, ഭാര്യയെ സൂക്ഷിച്ചതിനെ, ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്ത ഓരോ നന്മകൾക്കായിട്ടും എണ്ണി 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 കർത്താവിന് സ്തോത്രം പറയണം. ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്നാ ചെയ്യുന്നത്? അതിനാൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദയയ്ക്ക്, അവനെ സ്നേഹിക്കുന്നവരോടുള്ള കരുണയുടെ അത്ഭുതങ്ങൾക്ക് നമ്മളോട് കാണിച്ച ഈ കർത്താവ് നമ്മളെ കരുതിയത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് കരുതിയത്. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നും അല്ല നമ്മളെ കരുതുന്നത്. നമ്മളോടുള്ള സ്നേഹം, നമ്മളോടുള്ള ആ ലാളന, നമ്മളോടുള്ള വാത്സല്യം ആ കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതുന്നതും സംരക്ഷിക്കുന്നതും അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ സ്നേഹം കൊണ്ടാണ്. ഇതുപോലെ കർത്താവ് ചെയ്യുന്നത്. അപ്പം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ സ്തുതികൾക്ക് യോഗ്യന, ആരാധനയ്ക്ക് യോഗ്യന, അവൻ പുകഴ്ചകൾക്ക് യോഗ്യന. ഇന്ന് പകൽക്കാലം നിങ്ങൾ എനിക്കത് തരണേ കർത്താവേ, ഇങ്ങനെ തരണേ കർത്താവേ, അങ്ങനെ ചെയ്യണേ കർത്താവേ എന്ന് പറയാതെ ഇന്ന് പകൽ മുഴുവൻ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമയങ്ങൾ മുഴുവൻ സ്തുതിയാലും സ്തോത്രത്താലും അങ്ങ് മുഴുകണം കേട്ടോ. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ദൈവിക ജ്ഞാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു വഴിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തുതികളും സ്തോത്രത്താലും നിങ്ങളുടെ ജീവിതം നിറയുമാറാകണം, നിങ്ങളുടെ അന്തരീക്ഷം നിറയുമാറാകണം. എന്നിട്ട് വൈകിട്ട് നമ്മൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയുമ്പോൾ അതിൻ്റെ അനുഭവം മറ്റൊന്നായിരിക്കും കേട്ടോ. വീട്ടിൽ ജോലി ആക്കി പോകാതെ വീട്ടിലിരിക്കുന്നവരെ ഇന്ന് പകൽ മൊത്തം സ്തോത്രം പറയണം. ജോലിക്ക് പോകുന്നവരെ നിങ്ങൾ പോകുന്ന വഴി സ്തോത്രം പറയണം. നിങ്ങളുടെ വാഹനത്തിനകത്ത് സ്തോത്രം പറയണം. നിങ്ങളുടെ ആരാധനയുടെ സമയത്ത് നിങ്ങൾ സ്തോത്രം പറയണം. എന്നിട്ട് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ദിവസമാണ്. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തിൽ കരുണയോടെ നമ്മളെ നടത്തിയ അത്ഭുതങ്ങൾ ചെയ്ത് നമ്മളെ നടത്തിയ ദൈവത്തിന് ഈ പകൽക്കാലം നന്ദി പറയുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.